ഇന്ന് മെയ് 15, കൃത്യമായി പറഞ്ഞാൽ 2026 മെയ് 15. ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതാണ് UDF. UDF അധികാരത്തിൽ വന്നാൽ മെയ് 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കും എന്നാണ് UDF പറഞ്ഞത്. KC വേണുഗോപാൽ KSRTC ബസ്സിൽ കയറി പിഷാരടിയെ അടുത്തു നിർത്തിയിട്ടാണ് ഇക്കാര്യം പറഞ്ഞത്. നമുക്ക് അത് കേൾക്കാം. സൗജന്യ യാത്രയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സൗകര്യമാണ്. അറിഞ്ഞോ? എല്ലാം അറിഞ്ഞു. 15-ാം തീയതി മുതൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ ഫ്രീ ആണ് യാത്ര. അറിഞ്ഞു. സന്തോഷമായോ? ഏഷ്യാനെറ്റിൽ വന്ന വാർത്തയാണ്. 3/4/2026 വാർത്ത നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഏപ്രിൽ 3, 2026 ഏപ്രിൽ 3 കൃത്യം KC വേണുഗോപാൽ പറയുന്നുണ്ട് അടുത്ത മാസം 15 മുതൽ എന്ന് വെച്ചാൽ മെയ് 15 മുതൽ എന്ന്. ഇനിയിപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞതാണല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പറയുമോ? എങ്കിൽ VD സതീശന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ഇനിയൊരു കാരണം പറയാനുണ്ട്. അത് മന്ത്രിസഭ അധികാരത്തിൽ വന്നില്ലല്ലോ, അത് കഴിഞ്ഞ ഉടനെ അക്കാര്യം തീരുമാനിക്കും എന്നാണോ? അങ്ങനെയാണെങ്കിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് പറയണം, ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നു, സാങ്കേതിക കാരണങ്ങളാൽ സത്യപ്രതിജ്ഞ നീണ്ടുപോയി, മന്ത്രിമാരെ നിശ്ചയിച്ചിട്ടില്ല, അതുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ ആദ്യത്തെ തീരുമാനം ഇതായിരിക്കും, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിക്കും എന്ന് മാധ്യമങ്ങളോട് ഇന്ന് പറയാം. UDF നേതാക്കൾക്ക്, UDF കൺവീനർക്ക്, KPCC പ്രസിഡന്റിന്, നിയുക്ത മുഖ്യമന്ത്രിക്ക്. എന്തുകൊണ്ടാണ് കാണാത്തത്, പറയാത്തത്? അതിനു മുമ്പ് തന്നെ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് VD സതീശൻ. VD സതീശനെ സാക്ഷി നിർത്തി AK ആന്റണി പറഞ്ഞ വാക്കുകളുണ്ട്, കയ്പ് നീര് കുടിക്കണം എന്ന്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. AK ആന്റണി പറയുമ്പോൾ തൊട്ടു പുറകെ നിൽക്കുന്നുണ്ട് VD സതീശൻ എന്നുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ VD സതീശനും AK ആന്റണിയും കൂടി ചർച്ച നടത്തി എടുത്ത തീരുമാനമാണ് പറഞ്ഞത് AK ആന്റണി എന്ന് അനുമാനിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അത് നിഷേധിക്കാൻ അങ്ങനെയല്ല, പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് കഴിയണമായിരുന്നു. അത് കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ അത് VD സതീശന്റെ മനസ്സിലുള്ളതാണ് AK ആന്റണി പറഞ്ഞത് എന്ന് വിശ്വസിക്കേണ്ടി വരും. എന്തായാലും ആദ്യത്തെ വാഗ്ദാനം തന്നെ തെറ്റിച്ചിരിക്കുന്നു. ആദ്യം പറഞ്ഞ കാര്യം തന്നെ തെറ്റിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ പറഞ്ഞ കാര്യം തെറ്റിച്ചിരിക്കുന്നു. അത് വെറും വാഗ്ദാനമായി കിടക്കുകയാണ്. നടപ്പാക്കാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം UDF നേതാക്കളുടെ മുന്നിലുണ്ട്. ഇന്ന് നടപ്പാക്കും എന്ന് പറഞ്ഞ കാര്യം ഇന്ന് നടപ്പാക്കാൻ കഴിഞ്ഞില്ല, സാങ്കേതിക കാരണങ്ങളാൽ നടപ്പാക്കാനായില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ അത് ജനങ്ങളോട് ഇന്ന് പറയാനുള്ള ഉത്തരവാദിത്വം KC വേണുഗോപാലിനുണ്ട്, VD സതീശനുണ്ട്, സണ്ണി ജോസഫിനുണ്ട്, KPCC പ്രസിഡന്റിന്, അതല്ലെങ്കിൽ ഏത് കോൺഗ്രസ് നേതാക്കൾക്കും പറയാം. അതുമല്ല UDF കൺവീനറുണ്ട് അടൂർ പ്രകാശ്, അദ്ദേഹത്തിനും പറയാം. എന്തുകൊണ്ടാണ് പറയാതിരിക്കുന്നത്?